ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. ഏറെക്കാലം കേരളത്തെ പ്രക്ഷുബ്ധമാക്കിയിരുന്ന ശബരിമല പ്രശ്നം ഉച്ചസ്ഥായി. 2 യുവവനിതകൾ ശബരിമല കയറി ഇറങ്ങി. ഇത് ചരിത്ര നിർമ്മിതിയെന്നും കളങ്കമെന്നുമുള്ള അഭിപ്രായങ്ങൾ. കേരളത്തിലെങ്ങോളം അക്രമങ്ങളും പ്രതിഷേധങ്ങളും. ശബരിമല പ്രശ്നം ഏത് ദിശയിലൂടെയാണ് ഇനി ഒഴുകാൻ പോകുന്നത്? ഇതാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് എ റഹീം, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി; ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ്; ഉഷ വിനോദ്, മുൻ ദേവസ്വം ബോർഡ് മെമ്പർ, CK ചന്ദ്രാനന്ദന്റെ മകൾ; ബി അജയകുമാർ, ചെയർമാൻ ജ്യോതികമയ ഫൗണ്ടേഷൻ; ധന്യ രാമൻ, ദളിത് ആക്ടിവിസ്റ്റ്; ഉമാ നായർ, ചലച്ചിത്ര സീരിയൽ താരം; അഡ്വക്കേറ്റ് അജയകുമാർ, അഭിഭാഷകൻ; SP നമ്പൂതിരി, മാധ്യമപ്രവർത്തകൻ, ഗ്രന്ഥകർത്താവ്; MR ജയഗീത, എഴുത്തുകാരി. അതോടൊപ്പം സമൂഹത്തിന്റെ പരിച്ഛേദമായി ഒരുപാട് പേർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. റഹീം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ വിധിയായിരുന്നു, ചരിത്രപരമായ വിധിയായിരുന്നു ശബരിമലയിൽ യുവതീ പ്രവേശനം സാധ്യമാക്കിയത്. അത് സമീപകാലത്ത് സുപ്രീം കോടതി പറഞ്ഞ എല്ലാ വിധിന്യായങ്ങളിലും ഇത്തരത്തിലൊരു വളരെ പുരോഗമനപരമായ സമീപനം നമുക്ക് കാണാവുന്നതാണ്. നിരവധി വിധിന്യായങ്ങളുണ്ട്. അത്തരത്തിൽ വന്ന ചരിത്രപരമായൊരു വിധിന്യായം, ആ വിധിന്യായം നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കൂട്ടം പേർ ഇവിടെ ഉണ്ടായിരുന്നു. അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ നേട്ടം. ഇതൊരു വലിയ നേട്ടമാണ്. ആ നേട്ടമെന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാനാകില്ല എന്ന് പറഞ്ഞ് കലാപമുണ്ടാക്കുക, അതിന്റെ മറവിൽ രാഷ്ട്രീയ മുതലെടുപ്പ്. വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് റഹീമിനുള്ളത്. വിധി നടപ്പിലാക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യം മാത്രമല്ല, നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് ആചാരങ്ങളുണ്ടായിരുന്നു. ആ ആചാരങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. താങ്കൾ വളരെ ആഹ്ലാദപൂർവ്വമാണ് ഇരിക്കുന്നത്. തീർച്ചയായും വളരെ സന്തോഷമാണ്. ജ്യോതികുമാർ അങ്ങനെയല്ല. ജ്യോതികുമാറെ മുമ്പൊരു ഷോയിൽ ഞാൻ കണ്ട ശേഷം പിന്നീട് കാണണമെന്ന് പറഞ്ഞ് കാണാൻ പറ്റിയില്ല. ചെങ്ങന്നൂരായിരുന്നു. അത് പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല. നമുക്ക് BJPയുടെ വക്താവ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകർ BJPക്കാരെ ബഹിഷ്കരിച്ചതിൽ പ്രതിഷേധിച്ച് BJPക്കാർ മാധ്യമപ്രവർത്തകരെ ബഹിഷ്കരിക്കുകയാണ്. അപ്പം പലതരത്തിലുള്ള കൂട്ട ബഹിഷ്കരണമാണ്. അവരുടെയും കൂടി റോള് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് നിർവഹിക്കാനുണ്ട്. ഉദ്ദേശപരമാണെങ്കിൽ അത് വേണ്ട. അല്ല, ഞാൻ സതുദ്ദേശപരമായിട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ അങ്ങനെയാണ് റഹീമിനെ പ്രതിരോധിക്കാനുള്ള ഒരു കടമ, വർദ്ധിച്ച ഒരു കടമ ജ്യോതികുമാറുണ്ട്. ഞാൻ വളരെ സന്ദേശപരമായിട്ട് സംസാരിക്കുന്നു. എനിക്കിപ്പോഴും അറിയാം. ജ്യോതികുമാർ പറയൂ. അല്ല, ശബരിമല വിധി സെപ്റ്റംബർ 28 ഉണ്ടായതിനു ശേഷം തുലാമാസ പൂജകളിൽ നടന്ന വിഷയങ്ങൾ നമുക്കറിയാം. ചിത്തിര ആട്ടവിശേഷത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ മണ്ഡലകാല പൂജയുടെ ആദ്യഘട്ടത്തിൽ കുറേ സംഘർഷമുണ്ടായെങ്കിലും അവസാനം നല്ല നിലയിലാണ് മണ്ഡല പൂജ കഴിഞ്ഞ് നടയടച്ച് 30-ാം തീയതി വീണ്ടും തുറന്നിട്ടുള്ളത്. അത് മകരവിളക്കുമായി ബന്ധപ്പെട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും തുറന്നിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് സമാധാനപരമായി നടന്നിരുന്ന ശബരിമല മണ്ഡലകാലത്ത് ഇപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ കയറുന്നത്, യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിട്ടുണ്ട്. ഭക്തകളായ സ്ത്രീകൾക്ക് വിരുദ്ധാഭിപ്രായമുണ്ട്. കോടതി വിധി നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ മുന്നിലുള്ള പരമപ്രധാനമായ കാര്യം സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിഷയമുണ്ടായാൽ അതിനകത്ത് വേണ്ടത്ര ഗൃഹപാഠം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഈ വരുന്ന 22-ാം തീയതി 20 ദിവസം കഴിയുമ്പോൾ തന്നെ ഈ പുനഃപരിശോധനാ ഹർജിയെ സംബന്ധിച്ച് ഓപ്പൺ കോർട്ടിൽ അത് പുനഃപരിശോധനാ ഹർജി പരിഗണിക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ഓപ്പൺ കോർട്ടിൽ പരിഗണിക്കാനിരിക്കുകയാണ്. അത്രയൊരു സാവകാശം നിൽക്കുമ്പോൾ സർക്കാർ ഇടപെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഒരു തിരക്കഥ അനുസരിച്ച് യുവതികളെ അവിടെ പ്രവേശിപ്പിച്ചതിൽ ഒരു പക്ഷേ കേരളീയ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അത് വസ്തുതയുമാണ്. ഇനി അതിൻ്റെ പേരിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയേയില്ല. സർക്കാരിൻ്റെ ഒരു തിരക്കഥ. 2 സുപ്രീം കോടതി റിവ്യൂ ഹർജി വരാനിരിക്കെ ഇത് തിരക്ക് പിടിച്ച് അങ്ങനൊരു സംഭവം ആവശ്യമില്ല. എനിക്കൊരു ചെറിയ ചോദ്യമാണ്. സുപ്രീം കോടതി ഇപ്പൊ റിവ്യൂ ഹർജി, അജയകുമാർ അതിനെ കുറിച്ച് പറയാൻ വേണ്ടി വെമ്പി നിൽക്കുകയാണ്. അജയകുമാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സുപ്രീം കോടതി ഇല്ല, പറഞ്ഞോളൂ. താങ്കൾ പറഞ്ഞ ശേഷം പറയാം. ഇല്ല, അദ്ദേഹം പറയട്ടെ. അല്ല, സുപ്രീം കോടതി 2 ആഴ്ചക്കുള്ളിൽ 22-ാം തീയതി അത് പരിഗണിക്കാനിരിക്കെ അതിനൊരു പ്രസക്തി ഉണ്ടോ ഈ ജ്യോതികുമാർ പറഞ്ഞതിൽ? അല്ല, അതിനകത്ത് ഞാൻ പറഞ്ഞോട്ടെ. ഭരണഘടനാ വിരുദ്ധമായി തന്ത്രി അവിടെ നടയടച്ചിട്ടു എന്നതിനെ സംബന്ധിച്ച് വരെ പരാതി ഉണ്ടല്ലോ സുപ്രീം കോടതിയിൽ. ഇത് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങൾ 22-ാം തീയതി പരിഗണിക്കാൻ. അതല്ല ചോദിച്ചു. എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം എന്ന് വെച്ചാൽ നിയമപരമായും
ഭരണഘടനാപരമായും സാങ്കേതികപരമായും ധാർമ്മികപരമായും അഡ്വക്കേറ്റ് അജയകുമാർ. അതായത് 22-ാം തീയതി സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ വിധിക്ക് എന്തെങ്കിലും സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ? യാതൊരു മാറ്റവും വരില്ല. ഇല്ല. അത് അന്ന് സെപ്റ്റംബർ 28-ന് പറഞ്ഞ അതേ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു. അത് നടപ്പിലാക്കാൻ യാതൊരു തടസ്സങ്ങളും ഇല്ല, അത് യാതൊരു സ്റ്റേയും ഇല്ല. രാജ്യത്തിന്റെ നിയമമാണ്, അത് രാജ്യത്തിന്റെ നിയമമാണ്. പിന്നെ ഈ വിധി നടപ്പിലാക്കും എന്ന് പറഞ്ഞ ഭരണകക്ഷിക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുമ്പോൾ അത് അവരുടെ രാഷ്ട്രീയപരമായി അംഗീകരിക്കാൻ കഴിയാത്തൊരു ഡിമാൻഡ് ആയതുകൊണ്ടാണല്ലോ ചർച്ചകളൊന്നും ഒരു സ്ഥലത്തും എത്താത്തത്. പക്ഷേ നമ്മൾ ഇതിനകത്ത് കാണുന്ന വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നിയമപരമായ വശങ്ങൾ വിട്ട് ഇതിൻ്റെ രാഷ്ട്രീയമായ അംശങ്ങളും അതിൻ്റെ ഫലങ്ങളും കൊയ്യുന്നതിന് രാഷ്ട്രീയ കക്ഷികൾ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധവും ഹർത്താലും ഇതെല്ലാം പൊളിറ്റിക്കലാണ്. 100% പൊളിറ്റിക്കലാണ്. നിയമപരമായ അതിൻ്റെ അകത്ത് ഒരു ഫൈറ്റും ഇല്ല. ഒരു മതപരവും താങ്കൾ കാണുന്നില്ല, വിശ്വാസവും ആചാരവും ഒന്നും കാണുന്നില്ല. വിശ്വാസവും ആചാരവും ഭരണഘടനയ്ക്ക് കീഴിലാണ് എന്നാണല്ലോ ഈ വിധി. ഇപ്പോഴത്തെ പ്രതിഷേധത്തിൽ താങ്കൾ ഒരു ആചാരത്തിന്റെ ഘടകം കാണുന്നില്ല. ആചാരം എന്ന് പറഞ്ഞ ഒരു കാര്യം രണ്ടാമത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഈ വിധിയിൽ തന്നെ അതിന്റെ ആൻസർ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ജ്യോതികുമാറിനോട് ഒരു ചോദ്യം കൂടെ. എന്താ കാരണം വെച്ചാൽ ഈ സുപ്രീം കോടതി 22-ന് പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരൊറ്റ ചോദ്യം. അതായത് സുപ്രീം കോടതി 22-ാം തീയതി തങ്ങൾ മുമ്പ് നടത്തിയ വിധി പ്രഖ്യാപനം റീട്രേറ്റ് ചെയ്താൽ, വീണ്ടും ഉയർത്തിപ്പിടിച്ചാൽ എങ്ങനെയായിരിക്കും ജ്യോതികുമാർ ചാമക്കാല പ്രതികരിക്കും? അല്ല, അതിന് വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. 5-ാം തീയതി നടക്കുന്ന UDF യോഗത്തിൽ അതിന് തുടർ നടപടികളെ സംബന്ധിച്ച് UDFന്റെ നിലപാട് അവിടെ ചർച്ച ചെയ്താലോചിച്ച് തീരുമാനിക്കും. അതിനകത്ത് ഇത് പറയുമ്പോൾ പോലും ഈ ഹർജിയുമായി മുന്നോട്ട് പോയിരിക്കുന്നവർ സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ ഉണ്ടാണല്ലോ പോകുന്നത്. എല്ലാവർക്കും പ്രതീക്ഷയാണല്ലോ. എനിക്കൊരു ചോദ്യം, അത് അതിഭാവത്വം എന്ന് പറഞ്ഞ ഒരു ചോദ്യമാണെന്ന് ഞാൻ പറഞ്ഞോളൂ. തീർച്ചയായിട്ടും എന്നെ ഇപ്പൊ ഞാൻ ഒരാളെന്ന വ്യക്തി എന്ന നിലയിൽ ഞാനൊരു സുപ്രീം കോടതിയെ സമീപിച്ചാൽ എനിക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ അത് പോകുമ്പോൾ സ്വാഭാവികമായും എന്റെ വാദഗതികൾ ഞാൻ അവിടെ അവതരിപ്പിക്കുമ്പോൾ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം മുൻപ് വാദഗതികളെല്ലാം അവതരിപ്പിച്ച് പരാജയപ്പെട്ടതാണല്ലോ. അതല്ല ജ്യോതികുമാർ, ഒറ്റ സെക്കൻഡ്. ഞാൻ സുപ്രീം കോടതി കേസിന് പോവുകയാണ്. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുകയാണ് ഈ കേസ് പരാജയപ്പെട്ടെന്നാണ്. പരാജയപ്പെട്ടു. ഞാൻ വിജയിക്കുകയാണെങ്കിൽ വിജയിച്ചു. പക്ഷെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പക്ഷം പരാജയപ്പെടുകയാണെങ്കിൽ ആ വിധി അംഗീകരിക്കുമെന്ന് പറയാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിങ്ങൾ അഥവാ ആ വിധി അംഗീകരിക്കുമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് 22-ാം തീയതിയിലെ സുപ്രീം കോടതി നടപടിക്രമങ്ങളിൽ വലിയ മാറ്റം വരാൻ പോകുന്നുണ്ടോ? ജ്യോതികുമാർ ചാമക്കാല അത് സംബന്ധിച്ച് നിങ്ങൾ ഒരു പരാമർശം നടത്തിയാൽ അതവിടെ രഞ്ജൻ ഗൊഗോയ് ശ്രദ്ധിക്കാൻ പോകുന്നുണ്ടോ? അദ്ദേഹത്തിനും നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചെറിയ ഒരു അംശം മാത്രമേ ഒരു പ്രതീക്ഷയ്ക്ക് ആകെയുള്ളൂ. ഇനി എന്തെങ്കിലും അത് റിവ്യൂ ചെയ്യാനുണ്ടെങ്കിൽ. പക്ഷേ ഈ കൊടുത്തിരിക്കുന്ന റിവ്യൂ പെറ്റീഷനുകളിലെല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന വാദഗതികൾ ആൻസർ ചെയ്തവ തന്നെ റീകൺസിഡർ ചെയ്യാനാണ് മുഖ്യമന്ത്രി കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഈ സുപ്രീം കോടതി ഈ പറയുന്നത് പോലെ ഇതേ വിധി തന്നെ ഉയർത്തിപ്പിടിച്ചാൽ അത് നടപ്പിലാക്കും ഗവൺമെന്റ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആ സ്റ്റാൻഡ് പ്രതിപക്ഷത്തിന് പറയാൻ കഴിയുന്നില്ല? നിങ്ങളൊരു പൊസിഷൻ പറയണ്ടേ? ഞങ്ങളെല്ലാം ആ സമരത്തിൽ ഉറച്ചു നിൽക്കും. ഇവിടെ വരുന്ന പ്രശ്നം എന്താണ്? ഇപ്പോൾ നടക്കുന്ന കലാപം എന്താണ്? ഇപ്പോൾ ഇന്ന് കരിദിനം ആചരിച്ചു UDF. ഇപ്പോൾ BJPയുടെ പ്രതിനിധിയില്ല, BJP ഹർത്താൽ പ്രഖ്യാപിച്ചു, ഇവരുടെ കരിദിനം പ്രഖ്യാപിച്ചു. എന്തിനാണ് കരിദിനം? ഭരണഘടനയ്ക്കെതിരായിട്ടല്ലേ ഈ കരിദിനം? എന്തിനാണ് ഈ പൊളിറ്റിക്കൽ എക്സർസൈസ് നിങ്ങൾ നടത്തിയത്? കൃത്യമായി പറയേണ്ടത് ഭരണഘടന ജയിച്ചു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭരണഘടനയെ തോൽപ്പിക്കാൻ കരിദിനവും പ്രകടനവും ബന്ധം നടത്തുന്നത് എന്ത് ജനാധിപത്യമാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല? ഞാൻ ജ്യോതികുമാറിനെ ബുദ്ധിമുട്ടിക്കാതെ വേറെ ആളിലേക്ക് മറുപടി പറഞ്ഞിട്ട് റഹീം ഇത് പറയുമ്പോൾ ഇവിടെ ശബരിമലയിലേക്ക് ഇത്തരത്തിൽ യുവതികളെ പ്രവേശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഈ പോലീസും സർക്കാരും ചേർന്ന് നടത്തിയ തിരക്കഥയെക്കുറിച്ച് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നു സർക്കാരിന്റെ ഇടപെടലുകളെ സംബന്ധിച്ച്. നിങ്ങൾ വിധി നടപ്പാക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്യമായി നടപ്പിലാക്കുന്നേ. നിങ്ങൾ എന്തിനാ ഒളിച്ചും പാത്തും ഗറില്ല ആക്രമണം നടത്തുമ്പോൾ നടത്തുന്നത്? റഹീം മാത്രം സംസാരിച്ചാൽ മതി. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഞങ്ങൾ 2016 ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് എന്താണോ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ ഇത് പറയുമ്പോൾ 2 യുവതികൾ അവിടെ കയറിയതുകൊണ്ട് എല്ലാം സ്ഥാപിക്കപ്പെട്ടില്ലല്ലോ. ഇനി
അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകളുണ്ട്. ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം പാർട്ടികൾക്കാണ്. CPM-ന്റെ നിലപാടും സർക്കാരിന്റെ നിലപാടും നിങ്ങൾ പറഞ്ഞു. ഞങ്ങളുടെ നിലപാടുകളെ തിരിച്ചു വരാം. എന്താ കാര്യം, നമുക്ക് ഒരുപാട് പേരും കൂടി നമ്മുടെ പാനലിലുണ്ട്. ഉഷ വിനോദ് മുൻ ദേവസ്വം ബോർഡ് മെമ്പർ, ചന്ദ്രാനന്ദന്റെ മകൾ കൂടിയാണ്. മാത്രമല്ല ശബരിമലയുമായി മുൻനിർത്തി പല അനുഭവങ്ങളുള്ള ആളും കൂടിയാണ്. ഉഷ, എന്താണ് ഇപ്പോൾ 2 വനിതകൾ മല ചവിട്ടി ഇറങ്ങിയിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങേയറ്റത്തെ വിശ്വാസമുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ശബരിമല വിഷയത്തിൽ ഞാൻ ആഹ്ലാദവതിയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഓരോ വ്യക്തിയും ജനിച്ചതും വളർന്നതും വളർത്തിയെടുത്തതുമായ സാഹചര്യവും അനുസരിച്ച് അവർക്ക് ഓരോ അഭിപ്രായങ്ങൾ, നിലപാടുകൾ, കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എല്ലാറ്റിലും ഉപരിയായി ഒരു പെണ്ണ് ആയതുകൊണ്ട് മാത്രം ആ കാര്യം നീ ചെയ്യരുത് എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല. അതുകൊണ്ട് സ്ത്രീകൾ കയറാൻ ആഗ്രഹമുള്ളവർക്ക് കയറാനുള്ള സഹായം ചെയ്തു കൊടുക്കേണ്ടത് ഭരണഘടനാ ബാധ്യതയാണ് ഗവൺമെന്റിന്റെ. ഗവൺമെന്റ് ചെയ്തത് ശരിയാണ്. അതൊരു തിരക്കഥയായിട്ട് താങ്കൾ കാണുന്നില്ല? ഇല്ല, തിരക്കഥയായിട്ട് കാണുന്നില്ല. അജയ് കുമാർ അങ്ങനെ കാണാനായിരുന്നുവെങ്കിൽ CPM എന്നൊരു കക്ഷി വിചാരിച്ചാലോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് വിചാരിച്ചാലോ എത്രയധികം സ്ത്രീകളെ അവിടെ കയറ്റാൻ പറ്റും. അജയ് കുമാർ നമ്മോടൊപ്പമുള്ള ചെയർമാൻ ജ്യോതിർഗമയ ഫൗണ്ടേഷൻ, ജയ്ഹിന്ദ് ടെലിവിഷൻ ചാനലിൽ സ്ഥിരമായിട്ട് ഒരു ജ്യോതിഷ പരിപാടി നടന്ന ആളാണ്. ഈ ജ്യോതിഷപ്രകാരം ഇത് ആർക്കാണ് നല്ല ദിവസങ്ങൾ? അല്ല, ഈ ഭരണഘടനയുടെ മുകളിൽ ജ്യോതിഷമൊന്നുമില്ല. ഇല്ല, ഈ രാജ്യത്തെ ഒരു ജ്യോതിഷത്തെ ഭരണഘടന താഴെയാക്കി. അല്ല, അത് രണ്ടാണ്, രണ്ട് വിഷയം രണ്ടാണ്. ഈ അജയകുമാർ കാണിക്കുന്ന ഒരു ലാളിത്യം ഒന്നുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല അല്ല, ഇതിന്റെ ഞാൻ പറഞ്ഞത് അതെന്ന് പറഞ്ഞാൽ ഈ രണ്ടും രണ്ട് വിഷയമാണ്. പക്ഷേ രാജ്യത്തൊരു പൗരൻ എന്നുള്ള നിലയിൽ ഭരണഘടന അടിസ്ഥാനമായിട്ട് ഏറ്റവും മുകളിലാണ്. അപ്പം അത് ഒരു ഭരണഘടനാ വ്യവസ്ഥയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന, തെരുവിൽ ചോദ്യം ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നാമജപത്തെ ഒരു മുദ്രാവാക്യമാക്കി മാറ്റുന്നത് അതൊന്നും ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതോ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ല. അല്ല, ഇപ്പൊ ആർക്കാ നല്ല ദിവസങ്ങൾ ഉള്ളത് താങ്കളുടെ കണക്ക് പ്രകാരം? അല്ല, നല്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനങ്ങൾക്കാണ് മോശപ്പെട്ട ദിവസങ്ങളുള്ളത്. ജനാധിപത്യം അരക്ഷിതാവസ്ഥ ഉണ്ടാവും ഈ രീതിയിൽ പോയാൽ. അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അജയകുമാറിന്റെ ആവശ്യമില്ലാതെ അത് എന്റെ ആവശ്യം എന്നല്ല പറഞ്ഞത്, അത് ജ്യോതിഷന്റെ ആവശ്യം അദ്ദേഹം പറഞ്ഞത്. അത് ഇത് ജ്യോതിഷം എന്ന് പറയുന്നത് സയൻസ് ആണ്. ഗ്രഹങ്ങൾ അനുദിനം നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് യാതൊരു വ്യത്യാസമില്ല. സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങളും. എന്റെ പോലെ ഗ്രഹങ്ങളെന്ന് കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ്. ഗ്രഹങ്ങൾ ബാധിക്കുന്നതിനെ ഒഴിവാക്കാൻ ആർക്കും രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്കോ കഴിയില്ല. അത് വേറെ വിഷയമാണ്. പക്ഷെ ഭരണഘടനയെ നമ്മളെ അടിസ്ഥാനപരമായി വിശ്വസിക്കുകയും അതാണ് ഏറ്റവും വലുത് എന്ന രീതിയിലുള്ള ചിന്ത അല്ലെങ്കിൽ പ്രവർത്തനം ഉണ്ടായില്ലെങ്കിൽ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അപ്പം എൻ്റെ വിശ്വാസമാണ് ഞാൻ ഏറ്റവും വലുതെന്നും എൻ്റെ വിശ്വാസം മറ്റവർ പ്രവർത്തിച്ചാൽ അത് തെറ്റാണെന്നും അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നു, അത് അനുവദിക്കില്ല എന്ന് പറയുന്നത് അജയകുമാർ എന്നുള്ള അടിമുടി ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന, ജ്യോതിഷം പങ്ക്തി കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിട്ട് കൂടി ഭരണഘടനയുടെ സൂപ്രമസിക്കാണ് താങ്കൾ മാർക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അതിലുപരിയായിട്ട് ഈ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കൂടാ, യുവതികൾ പ്രവേശിക്കൂടാ എന്നൊരു സംഭവമേ ഇല്ല. അടിസ്ഥാനം തെറ്റാണ്. വേദങ്ങളോ ഉപനിഷത്തുകളോ അല്ലെങ്കിൽ ദൈവികമായ മറ്റൊരു വിധിപ്രകാരവും, ദേവവിധിപ്രകാരം അല്ലെങ്കിൽ പൂജ ആരാധന ക്രമങ്ങൾ ഇതിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല 1991 ഏപ്രിൽ 5 മുമ്പ് യുവതികൾ കയറാറുണ്ടായിരുന്നു. അത് ഒരുപാട്. അത് മാത്രമല്ല, യുവതി അങ്ങനെ കയറിയ യുവതിയാണ് 1987 27ാമത്തെ വയസ്സിൽ കയറിയ യുവതിയാണ് ജയമാല. ഇന്ന് അവർ അയ്യപ്പൻ്റെ ഇത്രയും അനുഗ്രഹാശത്തിലൂടെ കർണാടകത്തിൽ മന്ത്രിയാണ് ഈ ഗവൺമെന്റിൽ, കർണാടകത്തിൽ. അപ്പം അയ്യപ്പന്റെ അനുഗ്രഹിച്ചു അവരെ തീർച്ചയായിട്ടും. അപ്പൊ സ്ത്രീകളെ ഇത് ഞാൻ പറയുന്നത് സ്ത്രീകൾ കയറുന്നതിനെ എതിർക്കുന്നവരുടെ കാര്യം പോയി, രാഷ്ട്രീയമായിട്ടോ പ്രവേശനത്തെ എതിർക്കുന്നവരുടെ കാര്യം പോയി. അല്ല, അത് തീർച്ചയായിട്ടും ഇതിപ്പം എന്തുകൊണ്ട് പിന്നെ അജയകുമാർ ഈ ജയ്ഹിന്ദിന്റെ ചെയർമാനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞുകൂടാന്നല്ല ഞാൻ പറയാറുണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞ അതല്ല വിഷയം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് ഞാൻ രാഷ്ട്രീയമായ ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്നും കോൺഗ്രസ് ആയതിനാണ്, ജനിച്ചപ്പോൾ മുതലേ കോൺഗ്രസ്സുകാരനാണ്. അത് അല്ലെങ്കിൽ ചെറുപ്പകാലം മുതൽ. അത് വേറെ വിഷയമാണ്. ഇപ്പം ഇതിനകത്ത് രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല. തീർച്ചയായിട്ടും വിശ്വാസ പ്രമാണ പേരില്ല. അത് മാത്രമല്ല, കോൺഗ്രസ്സുകാർ ഇപ്പൊ രാഹുൽ ഗാന്ധിനെ സ്വാഗതം ചെയ്യുന്നില്ലേ? ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ NSSന്റെ നാമജപ ഘോഷയാത്ര വന്നപ്പോൾ, അപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ അവരുടെ കൂടെ കുറച്ച് പേർ കൂടിയപ്പോൾ രാഷ്ട്രീയ കക്ഷികൾ BJPയും ഈ കോൺഗ്രസും ഒക്കെ കുറച്ച് ഭയപ്പെട്ടു. ഈവൻ CPM ഭയപ്പെട്ടു ഈ ആൾക്കൂട്ടത്തെ കണ്ടുകൊണ്ട്. റഹീമും പേടിച്ചുപോയി. റഹീം പേടിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പാർട്ടി, രാഷ്ട്രീയ പാർട്ടി, റഹീമിന് ഒരിക്കലും ഭയമുള്ള ആളല്ല. റഹീമിനെ വ്യക്തിപരമല്ല പറഞ്ഞത്, എന്റെ കാഴ്ചപ്പാടില് എന്റെ വ്യൂ ആണല്ലോ ഞാൻ പറഞ്ഞത്. ആ ഭയത്തിൽ നിന്നാണ് ഈ നയമാറ്റം ഉണ്ടായത്.
തീർച്ചയായിട്ടും. ഓക്കെ, റൈറ്റ്. ശ്രീ SP നമ്പൂതിരി വന്യവയോധികനായ ഒരു മാധ്യമപ്രവർത്തനാണ്, ഗ്രന്ഥകർത്താവാണ്. അദ്ദേഹത്തിന് ഇതിന്റെ എല്ലാ നൂലാമാലകളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ്. ഇപ്പം ഒരു ജ്യോതിഷ പങ്ക്തിക്കാരനായ അജയകുമാർ കറകളഞ്ഞ കോൺഗ്രസ്സുകാരൻ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ഡൽഹിയിലൊക്കെ നല്ല കോൺഗ്രസ്സുകാരനായി പ്രവർത്തിച്ച ആളാണ്. ശ്രീ SP നമ്പൂതിരി സ്ത്രീകൾ കയറി അതിനുശേഷം അവിടെ ശുദ്ധികലശം ചെയ്തു. വളരെ വിചിത്രമായ ദുഃഖകരമായ ഒരു സംഭവവികാസമാണ് ഇന്നലെ നമ്മൾ നേരിട്ടത്. ഞാൻ മലയാളി എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ സന്തോഷവും അഭിമാനവും കണ്ടെത്തി ഇവിടെ എത്തിയ ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് ഞാൻ മലയാളി എന്ന് പറയുമ്പോൾ എനിക്ക് ദുഃഖവും നിരാശയുമാണ്. കാരണം ക്ഷേത്രസങ്കേതത്തിൽ കാളകൂട വിഷം വമിക്കുന്ന ഒരു കരിമൂർഖനോ രാജവെമ്പാലയോ കയറിയാൽ ശുദ്ധീകരണം വേണ്ട. ഒരു സാധു സ്ത്രീ അവിടെ കയറി അവർ ദൈവസന്നിധിയിൽ ആത്മനിവേദനം നടത്തി എന്നതിൻ്റെ പേരിൽ ശുദ്ധികലശം നടത്താൻ തയ്യാറാവുകയാണ്. അതിൻ്റെ അർത്ഥശൂന്യത വ്യക്തമാക്കാൻ വേറെ ദൂരെയെങ്ങും പോകണ്ട. കാരണം ആദ്യം ഈ പ്രശ്നമുണ്ടായപ്പോൾ അവിടുത്തെ തന്ത്രി പറഞ്ഞത് സ്ത്രീകൾ കയറിയാൽ ഞാൻ അമ്പലം പൂട്ടി താക്കോൽ രാജാവിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് അദ്ദേഹം നിലപാട് മാറ്റി. പക്ഷെ അദ്ദേഹം നട അടച്ചു. പക്ഷേ ഒരു ഇൻസ്റ്റന്റ് പൂജ ശുദ്ധീകരണം നടത്തി. ഇൻസ്റ്റന്റ് 1 മണിക്കൂർ കൊണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം അന്ന് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിസ്തരിച്ചു കലശം വേണമെന്ന് പറഞ്ഞു. അത് ഒരു ദിവസം കൊണ്ടും തീരിയല്ല. ഓക്കെ, ഞാൻ അങ്ങോട്ട് തിരിച്ചു വരാം. ശുദ്ധികലശം എന്ന് പറഞ്ഞാൽ തന്നെ ധന്യരാമൻ, ഇവിടെ സാമൂഹിക അസമത്വം ഇവിടെ നിലനിൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇവിടുത്തെ ഹിന്ദു മതമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഹിന്ദു മതമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ പേറേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളെ ശക്തമായി എതിർക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു മതം എന്ന് പറയുമ്പോൾ ഒരു വിഭാഗത്തിന് സവിശേഷ താല്പര്യങ്ങൾ പൊസിഷൻ കൊടുക്കുക, മറ്റൊരു വിഭാഗത്തെ എപ്പോഴും കീഴാളരായി വെക്കുക. ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല. പോകെ പോകെ ഇതെല്ലാം തന്ത്രി ഇനി അവിടെ ക്ലീൻ ചെയ്ത് തന്ത്രി ഇനി അവിടെ ഒരു 365 ദിവസം ക്ലീൻ ചെയ്യേണ്ട ഒരു ഗതി വരും. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. തന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹിരോഷിമയിലോ നാഗസാക്കിയിലോ പോയിട്ട് ജോലി വാങ്ങിക്കുക. അപ്പൊ അവിടെ അണുനാശിനി അവർക്ക് വിമുക്തമാക്കാൻ പണി കിട്ടുമോ നോക്കാമല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഇവിടുത്തെ കാട്ടില് തന്ത്രിയോട് പറഞ്ഞില്ല, കാണാൻ കിട്ടിയില്ല, പോകുന്നുണ്ട് അങ്ങോട്ട്. പോയ ശേഷം തിരിച്ചു വരാം. ഉമാ നായരുടെ നിലപാട് പ്രകാരം നിലവിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെ ഒന്നും അങ്ങനെ നിങ്ങൾ കളങ്കപ്പെടുത്താൻ പാടില്ല, അല്ലേ ഉമാ നായർ? അതല്ലേ? അങ്ങനെയല്ല സർ. നിലവിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ശബരിമല മാത്രമേ സ്ത്രീ സമത്വത്തിന് കണ്ടെത്താൻ പറ്റിയൊരു സ്ഥലമായിട്ട് കിട്ടിയോളോ? ഇതിനു മുൻപ് ഇവിടെ കേരളത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ലേ? സ്ത്രീ സമത്വത്തിന് ഞാനും ഒരു സ്ത്രീയാണ്, ഇഷ്ടപ്പെടുന്നുണ്ട്. സ്ത്രീകളെ പല സ്ഥലങ്ങളിലും അടിച്ചമർത്തപ്പെടുകയും പിന്തള്ളി മാറ്റി നിർത്തുകയും ചെയ്യുന്നതിനെ എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. ഞാൻ ചോദിക്കുന്നത്, ശബരിമല മാത്രമാണോ ഈ സ്ത്രീ സമത്വത്തിന് വേണ്ടി തെരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായത്? ഇതിനു മുൻപ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറെ വർഷങ്ങളായി സ്ത്രീകളെ എല്ലാ തലങ്ങളിലും രണ്ടാം തരമായി മാറ്റി നിർത്തുന്ന സാഹചര്യം വർഷങ്ങളായി നിലനിൽക്കുന്നിടത്ത് ഇപ്പോഴാണോ നവോത്ഥാനത്തിന് വേണ്ടിയിട്ട് ശബരിമല എന്ന സ്ഥലം തെരഞ്ഞെടുക്കാൻ തോന്നിയത്? MR ജയഗീത, വളരെ ശക്തമായ ഒരു ചോദ്യമാണ് ഉമ്മ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഒന്നും കണ്ടില്ല, ഇത് മാത്രമേ നിങ്ങളുടെ സ്ത്രീ ആ ചോദ്യങ്ങളൊക്കെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പാകെ ചോദിക്കപ്പെടുകയും അതിനുശേഷം വന്ന വിധിക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഈ ചോദ്യം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കൂടിയായ ഉമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ വിഷയമാണ്. അതല്ലേ നമ്മുടെ ഏറ്റവും ലജ്ജാകരമായ അവസ്ഥ, നമ്മുടെ ഏറ്റവും വിഷമകരമായ അവസ്ഥ അതാണ്. കാരണം ഒരു പെണ്ണ് തന്നെ പെണ്ണിന്റെ സമത്വത്തിനു വേണ്ടി, ലിംഗനീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നതിനു പകരം അതിനെതിരായി ശബ്ദിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നിടത്താണ് സ്വന്തം സുഹൃത്ത്. അതെ, അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നിൽക്കുന്നത്. കേരളം ഇന്ന് ഒട്ടാകെയുള്ള സ്ത്രീകൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് ഇവിടെ അഭിഭാഷകരടക്കം പറഞ്ഞു കഴിഞ്ഞു. ഭരണഘടനയാണ് ഒരു മനുഷ്യന്റെ, ഒരു പെണ്ണിന്റെയും ആണിന്റെയും വോട്ടിന് ഒരേ വിലയാണ് ഇവിടെ ഉള്ളത്. അവളുടെ ഭക്തിക്കും ആണിന്റെ ഭക്തിക്കും ഒരേ വിലയാണുള്ളത് എന്ന ഒരൊറ്റ അടിസ്ഥാന കാരണം മാത്രമേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണക്കിലെടുത്തിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കാതെ സത്യത്തിൽ നമ്മൾ ലജ്ജാകരമായ ഒരു ആഭാസത്തരമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് കോടതിയിലാണ്. കോടതിയിൽ ഒട്ടേറെ ശബ്ദങ്ങൾ ഉയർന്നു കഴിഞ്ഞു.
അത് പരിശോധിച്ചതിന് ശേഷമാണ് കോടതി ഈ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി 22 വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിനുശേഷവും ഇത് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. സുപ്രീം കോടതിയെക്കാളും അധികാരമുള്ള UDF നേതൃസമിതി ചേരുമെന്നാണ്. ആയിക്കോട്ടെ, അല്ലെങ്കിൽ 22-ന് ശേഷം പറയേണ്ടി വരും. അഭിഭാഷകനായിട്ട് ശ്രീ അജയ്കുമാറിനോട് ചോദിക്കുക. അജയ്കുമാർ, 2 സ്ത്രീകൾ എന്തൊക്കെ പറഞ്ഞാലും സംശയലേശമന്യേ മല ചവിട്ടി ഇറങ്ങി. സുപ്രീം കോടതി വിധി പ്രഖ്യാപനത്തിന് ശേഷം അതിന്റെ ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ നടന്നിരിക്കുന്നു, പാരമ്യത്തിലെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ സുപ്രീം കോടതി ഇതെല്ലാം ഉറ്റുനോക്കുന്നുണ്ടാവില്ലോ. അതായത് ഇവിടെ നടക്കുന്ന സംഭവ പരമ്പരകള്, പ്രതിഷേധങ്ങള്. പിന്നെ 22-ാം തീയതി സുപ്രീം കോടതി ചേരുമ്പോൾ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊരു വാക്കിന് പ്രസക്തി നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല, ഈ പുറത്ത് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ റിവ്യൂ പെറ്റീഷൻ വന്നപ്പോൾ അത് സാധാരണ ചേംബറുകളിൽ കേട്ട് അനുവദിക്കുകയോ തള്ളുകയോ ഭേദഗതി വരുത്തുകയോ ഒക്കെ ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. ഭേദഗതി വരുത്തുന്ന അത് അത്യപൂർവമായ സന്ദർഭങ്ങളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോയെങ്കിലേ ഉള്ളൂ. ഇവിടെ ആകെ ചെയ്തത് ഇത്രയും ഹർജികൾ വന്നു, വളരെയേറെ റിവ്യൂ ഹർജികൾ വന്നപ്പോൾ അത് ഓപ്പൺ കോടതിയിൽ കേൾക്കാം എന്നൊരു തീരുമാനം മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. വിധിയിൽ ഒരു മാറ്റവുമില്ല. ഇനി ഈ പുറത്ത് നടക്കുന്ന ബഹളങ്ങൾ, സംഘർഷങ്ങൾ, ആ വിധിയുടെ ഭാഗമായി 2 പേർ അവിടെ കയറി എന്ന് പറയുന്നത് കൊണ്ടൊന്നും അതിന്റെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതിക്ക് ഒരു പ്രത്യേക പരിഗണനയില്ല. രാജകുമാർ, എനിക്കൊരു സംശയമുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇക്കാര്യത്തിൽ വിഭിന്നമായ ഒരു നിലപാട് എടുത്തു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ചലനങ്ങളൊക്കെ സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങളെ സ്വാധീനിക്കേണ്ടതല്ലേ? സ്വാധീനിക്കില്ലേ? അങ്ങനെ ഒരു പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് എന്താ? ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ന്യൂനപക്ഷ വിധിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടാം. പക്ഷെ അത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ആ സമൂഹം തീരുമാനിക്കുന്നത് ഒന്നുകിൽ പാർലമെന്റിൽ തീരുമാനിക്കണം, ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തീരുമാനിക്കണം. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ തീരുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധി മറികടക്കത്തക്ക ഒരു ഓർഡിനൻസ് സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരാൻ തയ്യാറാകണം. അതിനുശേഷം ആ ഓർഡിനൻസിന്റെ നിയമസാധുതയെ സംബന്ധിച്ച് വീണ്ടും സുപ്രീം കോടതി തന്നെ ഇത് കേൾക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചർച്ച ചെയ്യപ്പെടണം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമ്മൾക്ക് അത് സുപ്രീം കോടതിയെ സ്വാധീനിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ജ്യോതികുമാർ, അതായത് ഇപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കണം. അതായത് കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിക്കണം, അതല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തണം. വളരെ പ്രധാനപ്പെട്ട 2 ആവശ്യങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് അതിന് അവകാശമുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനകത്ത് കക്ഷിയാകുകയും അവരുടെ നിലപാടോടെ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി വന്നതെന്നുള്ളതുകൊണ്ടും സംസ്ഥാന സർക്കാരിന് അത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കാൻ അപ്രായോഗികതയുണ്ട്. അവിടെ BJPയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. ഒരു കാര്യം വളരെ വ്യക്തമായി പറയാം. ഇക്കാര്യത്തിനകത്ത് സംസ്ഥാന സർക്കാരിന് ഓർഡിനൻസ് ഇറക്കാനുള്ള അസൗകര്യം നിയമപരമായി അവർക്ക് അവകാശമുണ്ടെങ്കിലും അസൗകര്യം ഇതാണ്. അവർ തന്നെ അവരുടെ ഒരു വാദം ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നതുകൊണ്ടും അത് അംഗീകരിച്ചതുകൊണ്ടും അവർക്ക് ഇനി എതിർക്കാൻ കഴിയില്ല. പക്ഷേ സുപ്രീം കോടതി സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് തീർച്ചയായും ഇത്തരത്തിൽ ഓർഡിനൻസ് ഇറക്കാവുന്നതാണ്, ഇറക്കേണ്ടതാണ്, ഇറക്കണമെന്ന് ഞങ്ങൾ വളരെ നേരത്തെ ആവശ്യപ്പെട്ടുള്ളതുമാണ്. അതിന് പകരമായി അവരിങ്ങനെ തെരുവിൽ കലാപം ഉണ്ടാകുന്നതിനൊന്നും ഒരിക്കലും ന്യായീകരിക്കാനോ യോജിക്കാനോ കഴിയില്ല. അവർക്ക് അധികാരമുണ്ടായിരിക്കുമ്പോൾ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭരിക്കുന്നത് ഇവിടെ ഈ കലാപം ഉണ്ടാക്കുന്നവരും അതുപോലെ യുവതീ പ്രവേശം ആവശ്യപ്പെടുന്നവരും തമ്മിലാണ്. അപ്പോൾ ആ തർക്കം അവിടെ നിലനിർത്തിക്കൊണ്ട് അതിന് പൊളിറ്റിക്കലായി ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. പിന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പറയുന്നു ഞങ്ങൾ എടുത്തിയടി ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ചെയ്തേ മതിയാവൂ എന്ന് പറയുമ്പോൾ ഇവിടെ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ട് വിധി വന്നിട്ടുണ്ട്. ആ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്, സമവായം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഉപസമിതിയെ നിയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? സമവായത്തിലൂടെ നടത്താൻ അംഗീകരിക്കുന്നേ, സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 22-ാം തീയതി ഈ പറഞ്ഞതുപോലെ എന്തായാലും അദ്ദേഹം പറഞ്ഞ് പുനഃപരിശോധനാ ഹർജിയുമായി ആദ്യം പോയപ്പോൾ എല്ലാവരും പറയുന്നതാണ് അത് ചേംബറിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കപ്പെടും. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഇപ്പോൾ 50-ലധികം ഹർജികൾ വന്നു, റിവ്യൂ ഹർജി വന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഓപ്പൺ കോർട്ടിൽ കേൾക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുവരെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഈ പള്ളിക്കാര്യത്തിൽ വന്നതുപോലെ തന്നെ അക്കാര്യത്തിലും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ റഹീമേ? വളരെ ചെറിയ ഡിമാൻഡാണ് ജ്യോതികുമാർ ചാമക്കാല. പള്ളിക്കാര്യത്തിൽ എക്സിക്യൂഷൻ പെറ്റീഷനിലാണ് ആ ഓർഡർ വന്നത്. വക്കീലാണല്ലോ. ഞാൻ ഒരു കാര്യം, ഏത് ജഡ്ജ്മെന്റ് നടപ്പിലാക്കുമ്പോഴും സംസ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷന് പ്രശ്നമുണ്ടാകുമെന്ന് തോന്നിയാൽ ആ ജഡ്ജ്മെന്റ് നടപ്പാക്കുന്ന കാര്യത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് അവകാശമുണ്ടല്ലോ, അതിന് സമയം മേടിക്കാൻ അവകാശമുണ്ടല്ലോ. അക്കാര്യത്തിനകത്ത് സർക്കാർ പോയിട്ടുണ്ടോ? നിങ്ങൾക്ക് അത് പറയാൻ കഴിയുമോ? അല്ല, ഈ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ ആർ എസ് എസ് ആദ്യം പിന്നീട് കോൺഗ്രസും
ഈ സ്വകാര്യ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ സാമുദായിക സ്പർദ്ധ വളർത്തുന്ന സന്ദേശമാണ് ഇദ്ദേഹം പറഞ്ഞത്. അതായത് ഹിന്ദുവിൻ്റെ കാര്യം വരുമ്പോൾ ഒന്ന് ഇതാണ് എൻ്റെ പച്ച മലയാളം. ഇത് ഇവിടെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇത് സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഈ സംഘ ഗ്രൂപ്പുകളിൽ പ്രത്യേകിച്ചും ജ്യോതികുമാറിന്റെ വാട്സപ്പിൽ അതുണ്ട്. ഇതിന്റെ പച്ച മലയാളം ഇരിക്കുന്ന ക്യാമറ ഞാനത് കണ്ടു. ഇതിന്റെ പച്ച മലയാളം പറയട്ടെ പ്ലീസ്. എന്താ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കാര്യത്തിലുള്ള ഒരു സുപ്രധാന വിധിയാണ് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായിരുന്നെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുമായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സമവായത്തിന് വേണ്ടിയിട്ട് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ കാര്യത്തിലായിരുന്നു ഒരു വിധി നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നുവെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ ഇത്തരത്തില് സത്വരമായിട്ടൊരു നടപടിയെടുക്കുമായിരുന്നു, കൂടിയാലോചന നടത്തില്ലായിരുന്നു. എന്തുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ ഒരു ആലോചനാ യോഗം പോലും വിളിക്കാതെ വിധി വന്ന അന്ന് തന്നെ മണിക്കൂറിനകത്ത് തന്നെ ഈ സംസ്ഥാന ഭരണകൂടം അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇത്ര സത്വരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു? രഹാന ഫാത്തിമയെ പോലെയുള്ള ആളുകൾ നിങ്ങൾ പറയുന്നു വിശ്വാസികളാണെന്ന്. ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അതിന്റെ തലേദിവസം വിട്ട ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഒരു വിശ്വാസിക്ക് ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞല്ലോ, നേരത്തെ ശ്രീമതി ധന്യാരാമൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ അനാചാരമുള്ള ഒരു സമുദായമാണ് ഹിന്ദു സമുദായമെന്ന്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മുത്തലാഖ് പോലെ ചേലാകർമ്മം പോലെയുള്ള അനാചാരങ്ങളുള്ള ഒരു സമുദായത്തിനെ നിങ്ങൾക്ക് പരസ്യമായിട്ട് വിമർശിക്കാൻ കഴിയുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കെല്ലാം പറയാൻ പറ്റുന്ന ഹിന്ദു മത വിശ്വാസത്തിന്റെ അനാചാരങ്ങൾ മാത്രമല്ലേ? കാര്യം മനസ്സിലായ ഇതൊരു വ്യക്തി കുറെ നാളായിട്ട് വരുത്താണ്. എന്നിട്ടും ഈ അത്രയേറെ തീവ്രമായ പ്രചരണമാണ്. ഇതിന്റെ ബേസിക് എന്താ? ഇപ്പോൾ അജകുമാർ സാർ ഇവിടെ ഉണ്ട്. ഞാനീ പറഞ്ഞ അജകുമാർ സാർ ബാക്കി പറയട്ടെ എന്ന് ഞാൻ കരുതുന്നു. ഇത് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കലാണ്. ഒന്ന്, ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് വന്നത് ഭരണഘടനാപരമായ വിധിയാണ്. അതായത് ഭരണഘടനയെ വ്യാഖ്യാനിക്കുകയായിരുന്നു ചെയ്തത്. ആ ഭരണഘടനാ വ്യാഖ്യാനത്തിന് മറികടന്നുകൊണ്ട് വേറൊന്നുമില്ല, അത് ലോ ഓഫ് ദി ലാൻഡ് ആയപ്പോൾ മാറുകയാണ്. നിങ്ങൾ പറഞ്ഞ സഭാ തർക്കവുമായി ബന്ധപ്പെട്ടത് ഒരു സിവിൽ ഡിസ്പ്യൂട്ടാണ്. സിവിൽ ഡിസ്പ്യൂട്ടിൽ രണ്ട് കക്ഷികൾ തമ്മിൽ സുപ്രീം കോടതി ഒരു വിധിന്യായം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞാൽ അത് കൺസെന്റ് കോർട്ടിനോട് നടപ്പിലാക്കാനാണ് പറയുന്നത്. അവിടെ എക്സിക്യൂഷൻ പെറ്റീഷൻ പ്രത്യേകമിട്ട് അതാണ് നടപ്പിലാക്കേണ്ടത്. എക്സിക്യൂഷൻ പെറ്റീഷൻ ഇട്ട് നടപ്പിലാക്കുമ്പോൾ ആ കോടതിക്ക് അതിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമേ സ്റ്റേറ്റ് സർക്കാരിനുള്ളൂ. അത് മനസ്സിലാക്കണം. ഇത് രണ്ടാണ്. ഇതൊന്ന് ലോ ഓഫ് ദി ലാൻഡായി മാറിക്കഴിഞ്ഞ കാര്യമാണ്. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി താങ്കൾ പറഞ്ഞു ഇതെല്ലാം ഹിന്ദുവിനെ കുറിച്ച് മാത്രമാണെന്ന്. അങ്ങ് തെറ്റിദ്ധരിക്കരുത്, തെറ്റാണ്. ഇതേ സുപ്രീം കോടതി ഇതിന് തൊട്ടു മുൻപ് 3 വിധിന്യായങ്ങൾ പറഞ്ഞു. അതിലൊന്ന് ഹാജി അലി ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശിപ്പിക്കാമെന്നാണ്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഹാജി അലി ദർഗ. ഇതേ സുപ്രീം കോടതി പറഞ്ഞതാണ്. സുപ്രീം കോടതിക്ക് എന്ത് ശബരിമലയോട് പ്രത്യേക വൈരാഗ്യം ഒന്നുമില്ല. 2, ഇതേ സുപ്രീം കോടതിയാണ് സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട് വിധി പറഞ്ഞത്. സ്വവർഗരതി ക്രിസ്ത്യാനിറ്റിയുടെ വിശ്വാസപ്രകാരം പാപമാണ്. സ്വവർഗരതി ഇസ്ലാം വിശ്വാസപ്രകാരം കടുത്ത പാപമാണ്. ഹിന്ദുയിസവും അങ്ങനെ തന്നെയാണ്. ഇനി വിവാഹേതര ലൈംഗിക ബന്ധം ഇതേ സുപ്രീം കോടതി വിധി പറഞ്ഞതാണ്. വിവാഹേതര ലൈംഗിക ബന്ധം സംബന്ധിച്ച് എത്രയോ എതിർപ്പാണുള്ളത്. അതിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. സുപ്രീം കോടതി വിധിയെ കുറിച്ചല്ല പറയുന്നത്, അത് നടപ്പിലാക്കാൻ കാണിക്കുന്ന പ്രളയം വന്ന് കേരളം മൊത്തം തരിപ്പണമായി കിടക്കുന്ന പമ്പ പൂർണ്ണമായി ഇല്ലാതെ ഒരു സെക്കൻഡ് മൽഹോത്ര എന്ന് പറയുന്ന ഒരു വനിതാ അംഗം അത് അല്ല, അവരെ ആ ബെഞ്ചിലെ ഒരേ ഒരാളായതുകൊണ്ട് മാത്രം അവരുടെ വാദങ്ങളെ അവഗണിച്ച ആൾക്കാര് ഇവിടെ എന്തുകൊണ്ട് ഇവിടെയുള്ള ആക്ടിവിസ്റ്റുകളെയോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളോ നമ്മളിപ്പോ തെരുവിൽ നടക്കുന്ന ആ പ്രതിഷേധത്തിന്റെ രൂപത്തിലല്ല. മൈക്കവിടെ കൊടുക്കുക. എനിക്ക് ചോദിക്കാനുണ്ട് അവിടെ. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് മനോജ് കെ നായർ. മനോജ് കെ നായരോട് എനിക്കൊരു ചോദ്യം ചോദിക്കാം. മനോജ് കെ നായർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. മനോജ് കെ നായർ ജനപ്രതിയാണ്. മനോജ് കെ നായർ ജയിച്ചു. മനോജ് കെ നായരെതിരെ മത്സരിച്ച വേറൊരാൾ തോറ്റു. ഉടനെ തോറ്റയാള് പറയാണ് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുവോ? തോറ്റയാള് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ താങ്കൾ ചോദിക്കുന്ന ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി എന്ന് പറഞ്ഞ പോലെ എന്ന് പറഞ്ഞ പോലെ 5 അംഗ ഭരണഘടനാ ബെഞ്ചില് ഒരു ജഡ്ജി അതിനെ എതിർത്തു. ആ 4 പേര് അതിനെ അനുകൂലിച്ചു. പിന്നെ എന്തിനാ ഒന്നിനെന്ത് പ്രസിദ്ധി? ആ ഒന്നിനെന്ത് പ്രസിദ്ധി? ഞങ്ങൾ പറഞ്ഞത് അതിന്റെ നിയമം
ഒരു ഞങ്ങൾ തർക്കമല്ല. അജയകുമാർ വനിതയായതുകൊണ്ട് പ്രത്യേകത കൊണ്ട് നിയമത്തിന് കണ്ട സ്ത്രീയായ ഒരു ജഡ്ജി പറഞ്ഞാലും പുരുഷനായ ജഡ്ജി പറഞ്ഞാലും അത് ന്യൂനപക്ഷ വിധിയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ നമ്മുടെ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. അല്ല, അത് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു ന്യൂനപക്ഷ വിധിയായി ആ ജഡ്ജി മുന്നിൽ അവസാനിക്കുക. കാര്യം നമ്മുടെ ഭരണഘടനയിൽ ഒരു വകുപ്പ് അനുസരിച്ച് ന്യൂനപക്ഷ വിധിയും പ്രഖ്യാപിക്കപ്പെടും. ചില രാജ്യങ്ങളിൽ ന്യൂനപക്ഷ വിധി വന്നാൽ അത് പുറത്ത് കാണത്തില്ല. ഇവിടെ അത് കിടപ്പുണ്ട്, പൊതുസമൂഹത്തിൽ കിടപ്പുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് നടപ്പിലാക്കണമെന്ന് പറയുക ഭരണഘടനാ വിരുദ്ധമാണ്. നിങ്ങൾ ഹിന്ദു അനാചാരങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. തിരിച്ചു വരുന്നില്ല. അല്ലല്ല, പുള്ളി എന്റെ അടുത്താണ് ചോദ്യം ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഹിന്ദു അനാചാരത്തെ മാത്രം എതിർത്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ ഹിന്ദുക്കളുടെ ദുർബുദ്ധിയും സ്വാർത്ഥതയും അഹങ്കാരവുമാണ് ഇവിടുത്തെ ജാതി എന്നുള്ളൊരു വ്യവസ്ഥ കൊണ്ടുവച്ചത്. നിങ്ങൾ എന്റെ പേര് ധന്യാരാമനെന്നും നിങ്ങളുടെ പേരിന്റെ പുറകിൽ നായർ എന്നുള്ള ആ ഒരു വ്യത്യാസം തന്നെയാണ് ഞങ്ങളെ കൊണ്ട് തിരിച്ചു പറയിക്കുന്നത്. അതാദ്യം എന്റെ അച്ഛന്റെ പേര് കരുണാകരൻ നായർ എന്നുള്ളതായതുകൊണ്ടാണ് ഞാൻ എന്റെ പേര് എന്നെ സ്കൂളിൽ ചേർത്ത ശ്രീമതി ധന്യാരാമൻ താങ്കൾ മനസ്സിലാക്കുക, എന്റെ പിതാവ് എന്നെ സ്കൂളിൽ ചേർത്ത സമയത്ത് അത് എന്റെ പേരിനോടൊപ്പം മനോജ് കരുണാകരൻ നായർ എന്നുള്ള പേര് ചേർത്തത് കൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താങ്കളുടെ പിതാവിന്റെ പേര് രാമൻ എന്നായതുകൊണ്ടാണ് താങ്കളുടെ പേരിൽ ധന്യാരാമൻ എന്നുള്ള പേര് വന്നത്. എന്റെ അച്ഛന്റെ പേര് കരുണാകരൻ നായർ ആയി എന്നുള്ളത് എന്റെ കുറ്റമല്ല, അതെന്റെ ശ്രേഷ്ഠതയെ ഞാൻ നിങ്ങളുടെ ആചാരം ഞങ്ങൾക്ക് ദുരാചാരമാണ്. കരുണാകരൻ നായർ എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു. എനിക്ക് ബഹുമാന്യനായ ആ സുഹൃത്തിനോട് ഒരു ചോദ്യമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ഭരണഘടനാപരമായ അവകാശം ഏതെങ്കിലും മറ്റൊരാളിൻ്റെ അഭിപ്രായം കൊണ്ടോ മറ്റൊരു സമൂഹം നടത്തി വരുന്ന ഒരു വിശ്വാസം എന്ന പേരിലോ തിരസ്കരിക്കുവാൻ, വേണ്ട എന്ന് വെക്കുവാൻ താങ്കൾ തയ്യാറാകുമോ? മലയാളത്തിൽ ചോദിക്കും. അതായത് ഇപ്പൊ താങ്കളുടെ ഒരു ഭരണഘടനാപരമായ അവകാശമാണ് ശബരിമല ക്ഷേത്രത്തിൽ ചെല്ലാം, പ്രവേശിക്കാം, ആരാധന നടത്താം. താങ്കൾ തടയാൻ ഇന്ത്യൻ ഭരണഘടന ആരെയും അനുവദിക്കുന്നില്ല. അതേപോലെ താങ്കളുടെ സഹോദരിക്ക് ഈ ഏത് പ്രായത്തിനകത്തും അവിടെ ചെല്ലുന്നത് ശ്രീ മനോജ് നായർ നീ പോണ്ട എന്ന് പറഞ്ഞാൽ അവരനുസരിക്കണമെന്നാണോ പറയണത്? താങ്കൾ പറഞ്ഞത് എനിക്ക് വ്യക്തമായി തന്നെ മനസ്സിലായി. ഓരോ സ്ഥലത്തും ഒരു സ്ഥാപനമാകട്ടെ, ഒരു ആരാധനാലയമാകട്ടെ, അതിലെ ഓരോ സ്ഥലത്തും ഓരോ ചിട്ടാവട്ടങ്ങളുണ്ട്. അത് തന്നെയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആരാധനയുടെ കാര്യത്തിൽ താങ്കൾ ബാക്കിയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുന്ന രീതിയിലല്ല ആരാധന നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഭരണഘടനാ സ്ഥാപനങ്ങൾ പറയുന്ന രീതിയിൽ ഇപ്പൊ ഇന്ദു മൽഹോത്ര പറഞ്ഞത് ഈ അയ്യപ്പ ഭക്തന്മാർ പ്രത്യേകിച്ചൊരു മതവിഭാഗമാണ് എന്നാണ്. താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അയ്യപ്പ ഭക്തന്മാർ എന്ന് കണക്കാക്കിയാണ് അവർ ജഡ്ജിയോട് പറഞ്ഞത്. അവര് വിധി പ്രഖ്യാപിച്ചത് അയ്യപ്പ ഭക്തന്മാർ ഒരു പ്രത്യേക എന്ന് കണക്കൂട്ടിയിട്ടാണ് ഈ വിധി വന്നത്. അത് താങ്കൾ അംഗീകരിക്കുന്നു? എന്തൊക്കെ പറഞ്ഞിരുന്നാലും സുപ്രീം കോടതി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കിക്കൊണ്ടുള്ള വിധി വന്നു കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ 2 സ്ത്രീകൾ, ചുണക്കുട്ടികളായ 2 മലയാളികൾ മല ചവിട്ടി ഇറങ്ങിക്കഴിഞ്ഞു. ആ ആചാരം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ നവോത്ഥാനത്തിന്റെ രീതിയിൽ തന്നെ കാണണം. അതിന്റെ ഭാഗമായി നമ്മളിവിടെ 1-ാം തീയതി നമ്മുടെ പുതുവർഷം 2019 വന്നപ്പോൾ പുതുവർഷം വന്നു. അതിന്റെ ഭാഗമായി നവോത്ഥാനത്തിന്റെ രീതിയിൽ നമ്മൾ വനിതാ മതിൽ തീർത്തു. ലക്ഷക്കണക്കിന് വനിതകൾ പങ്കെടുത്തുകൊണ്ടാണ് മതിൽ വിജയിച്ചത്. അതിൽ രോഷം പൂണ്ട കുറെ ആളുകളാണ് ഇപ്പോൾ തെരുവിൽ കിടന്ന് 2 സ്ത്രീകൾ മല ചവിട്ടിയതിനെതിരെ ഇപ്പോൾ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രീയപരമായി നേരിടുന്നത്. ഇതിനെ എന്തുകൊണ്ട് സ്ത്രീ പുരുഷ സമത്വം അംഗീകരിക്കണമെന്ന് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുമ്പോൾ പോലും അതിനെ എതിർക്കാൻ ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ വരികയാണ്. ഒരു കൂട്ടർ ഹർത്താൽ പറയുന്നു, ഒരു കൂട്ടർ കരിദിനം ആചരിക്കുന്നു. പക്ഷെ സ്ത്രീ സമത്വം ഇവിടെ ലംഘിക്കപ്പെട്ട് നമ്മൾ സ്ത്രീ സമത്വം ഇവിടെ ആചരിച്ചു കഴിഞ്ഞു. അതിന് യാതൊരു തർക്കവുമില്ല. ഇനിയും അതിന്റെ നവോത്ഥാനത്തിന്റെ പാത തുടരുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വനിതാ മതിലും ബാക്കിയൊക്കെ തന്നെ യാതൊരു തർക്കവുമില്ല. നമ്മൾ വനിതാ മതിലുമായി അതിന്റെ തുടർച്ച തന്നെയാണ് അടുത്ത നവോത്ഥാനം നമ്മളിവിടെ തുറന്നു
വന്നു കഴിഞ്ഞു. അറിയാവുന്ന ആളാണോ? അതിന്റെ തുടർച്ചയായി അതാ പുള്ളി തന്നെയാണ് നമ്മൾ മര്യാദക്കാരനായിരിക്കുന്നത്. നവോത്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് വരുന്നത്. ഈ ബഹുമാനപ്പെട്ട റഹീം സാറിനോട് ചോദിക്കാനുള്ളത്, റഹീം സാറ് ഇപ്പൊ പിറവം പള്ളിയുടെ വിധിയെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ശരി, അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിരിക്കട്ടെ. പക്ഷേ പിറവം പള്ളിയിൽ കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ് വന്ന സമയത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കി വയലന്റായ ജനങ്ങൾ നമ്മൾ കണ്ടു. അവരെ പേരിൽ എന്തേ കേസെടുത്തില്ല? ശബരിമലയിൽ ശരണം വിളിച്ചതിന്റെ പേരിൽ കേസെടുത്തു. അതേസമയം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ടെറസിന്റെ മുകളിൽ കയറി ഭീഷണി മുഴക്കി വിധിയെ നടപ്പിലാക്കേണ്ടവരെ പുറത്തു നിൽക്കുകയും വിധിക്ക് എതിരായിട്ട് അകത്ത് നിൽക്കുകയും ചെയ്ത സമയത്ത് ആരുടെ പേരിൽ പോലീസ് ഒരു കേസ് വനിതാമതിൽ എന്തിനായിരുന്നു എന്ന ചോദ്യവും എന്തുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ നിൽക്കുന്നു എന്നുള്ളത് ഉത്തരവുമെല്ലാം ഇതിനകത്തുണ്ട്. അതായത് ഇതിലൂടെ തുടർച്ചയായി നിരവധി ഗ്രൂപ്പുകളിലൂടെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളിൽ നിങ്ങളൊക്കെ വീണു പോകുന്നതാണ്. എഴുത്തുവായനയുള്ള ഏതെങ്കിലും ആളുണ്ട്, എങ്ങനെ വീണു പോകും? ഒരു കാര്യം കേൾക്ക്, അവിടെ കേസെടുത്ത് ഈ ശബരിമലയിൽ പോയ ശരണം വിളിച്ചവർക്കെതിരെ കേസെടുത്തേ അല്ല. കേൾക്ക് ഞാൻ പറയട്ടെ, വെയിറ്റ് ഒന്ന് കേൾക്ക്. ശബരിമലയിൽ ആദ്യത്തെ ദിവസം നട തുറന്നു. എനിക്ക് തോന്നുന്നു മാസപൂജയ്ക്ക് വേണ്ടി ആദ്യം നട തുറന്നു. ആ നട തുറന്ന ദിവസം പമ്പയിൽ ഉൾപ്പെടെ പ്രതിഷേധിക്കാൻ ആൾ വന്നു. ആരെയും തടഞ്ഞില്ല, ഒരു നിരോധനാജ്ഞ പുറപ്പെടുവിച്ചില്ല. അവിടെ നടത്തിക്കൊള്ളാൻ പറഞ്ഞു. പമ്പയിൽ ഉൾപ്പെടെ വേണമെങ്കിൽ തടയാമായിരുന്നു. നിലയ്ക്കലിൽ നടത്തി, പമ്പയിൽ നടത്തി, സുധാകരന്റെ നേതൃത്വത്തിൽ നടത്തി, കോൺഗ്രസ് നടത്തി, നിങ്ങൾ നടത്തി, പലരും നടത്തി. തടഞ്ഞില്ലല്ലോ. എപ്പോഴാ പോലീസ് ഇടപെട്ടെ? എപ്പോഴാ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചേ? എപ്പോഴാ കേസെടുത്തത്? മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അവിടെ വന്ന ഭക്തരെ ഉൾപ്പെടെ വളഞ്ഞു വെച്ച് ആക്രമിച്ച് നിയമം കയ്യിലെടുത്തപ്പോൾ പിടിച്ചു നിർത്തി കേസെടുത്തു, അകത്താക്കി. രണ്ടാണ്. ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ അവിടെ കേസെടുക്കും. സുപ്രീം കോടതി വിധിയോട് നിങ്ങൾക്ക് വിയോജിക്കാം. ഒരു വ്യക്തി എന്നുള്ളതിൽ എനിക്കതിനോട് വിയോജിപ്പുണ്ട്, തീർച്ചയായും വിയോജിക്കാം. അതിൽ പ്രതിഷേധം രേഖപ്പെടുത്താം. അതൊക്കെ താങ്കളുടെ ജനാധിപത്യപരമായ അവകാശം. പക്ഷേ അതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇറങ്ങരുത്. നിങ്ങൾ ഇത്രയും വാചാലമാകുന്നുണ്ടല്ലോ. നിങ്ങളിത് രാജഗോപാലിനെ കൊണ്ട് ബോധ്യപ്പെടുത്ത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണം എന്ന് ലേഖനം എഴുതിയ ആളല്ലേ രാജഗോപാൽ. ഈ രണ്ട് യുവതികൾ മല ചവിട്ടിയപ്പോൾ സാഫല്യമണിഞ്ഞത് വർഷങ്ങളായുള്ള BJP നേതാവ് രാജഗോപാലിന്റെ വലിയ സ്വപ്നമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. രാജഗോപാലിന്റെ സമരത്തിന് മുൻപന്തിയിലാണ്. ഇന്നും രാജഗോപാലിന്റെ മുൻപന്തിയിലാണ്. നമ്പൂതിരി അതേ വന്യവയോധികനായ ഒരു വ്യക്തിയാണ്. മാത്രമല്ല സുപ്രീം കോടതി വരെ പോയ ആളാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായി വൈകാരികമായിട്ടും നിയമപരമായിട്ട് പറയാനുള്ള അധികാരമുള്ള അദ്ദേഹമാണ്. അദ്ദേഹം ഈ വയസ്സിൽ സുപ്രീം കോടതി വരെ പോയി. അദ്ദേഹം ഒരുപക്ഷെ ധന്യരാമൻ പറയുന്ന ഒരു ബ്രാഹ്മണിക്കൽ വിഭാഗത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ പോലും അതിൽ നവീകരണത്തിന് വേണ്ടിയും നവോത്ഥാനത്തിന് വേണ്ടിയും ശ്രമിക്കുന്ന ഒരാളാണ്. ശ്രീ നമ്പൂതിരി പറയൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റിമാരിലൊരാളാണ് ഞാൻ. ഒരു ദേവീക്ഷേത്രവും ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രവും. ആ ശ്രീകൃഷ്ണ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഭാഗവത സത്രം നടത്തിയ ക്ഷേത്രമാണ്. എനിക്ക് ഈ തന്ത്രി വിഭാഗം, ക്ഷേത്രാചാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ കുറേ അനുഭവങ്ങളുണ്ട്. ഞാൻ വായിച്ചറിഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ശബരിമലയെക്കുറിച്ച് ഒരു ലേഖനം എഴുതി. ശബരിമലയിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ശരിക്കും എരുമേലിയിൽ നിന്ന് കാട്ടിൽ കൂടിയാണ് പോയത്. ഒരു പ്രാവശ്യം വണ്ടിപ്പെരിയാറിൽ നിന്നാണ് പോയത്. മൂന്നാമത്തെ തവണ പമ്പയിൽ നിന്ന് ഇപ്പോഴത്തെ പുതിയ റൂട്ടിലാണ് പോയത്. ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഞാൻ ആർജിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ശബരിമലയെക്കുറിച്ച് ലേഖനം എഴുതി. ആ ലേഖനത്തിൽ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കൂട്ടർ ഇന്ത്യൻ ഭരണഘടനയുടെ സമത്വത്തെക്കുറിച്ചുള്ള വിഭാവന സങ്കല്പങ്ങൾക്ക് എതിരാണ് ഈ ആചാരം, അതുകൊണ്ട് പ്രവേശനം കൊടുക്കണം. മറുഭാഗം പറയുന്നത് കാലാകാലമായിട്ടുള്ള ആചാരമാണ്, അത് ലംഘിക്കാൻ പാടില്ല. ഞാൻ എൻ്റെ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് പഠിക്കണം. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം എന്താണെന്ന് പഠിച്ചാൽ ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ കോൺട്രവേഴ്സി, വിവാദങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരമായേക്കാം. കാരണം ഈ ക്ഷേത്രം ഒരിക്കലും കാലാകാലമായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നില്ല. ഇത് ഒരു ബുദ്ധവിഹാരമായിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തുകൊണ്ട് സംസ്കൃത ഭാഷയിൽ, സംസ്കൃതത്തിലെ ആധികാരിക നിഘണ്ടുവായ അമരകോശത്തിൽ ബുദ്ധനും ശാസ്താവിനും ഒരേ പര്യായം വന്നു? 24 പര്യായങ്ങളുണ്ട്. മുനീന്ദ്ര, ശ്രീഹന, ശാസ്ത എന്ന് തുടങ്ങി 24 പര്യായങ്ങൾ പറയുന്നുണ്ട്. അതിൽ തഥാഗതനും ബുദ്ധനും ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ടിത് വന്നു? ഈ
തെരുവിൽ കിടന്നും ദേവക്യം വിളിക്കുന്നവരെ ആദ്യം ആലോചിക്കണം എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത തരത്തിൽ എന്തുകൊണ്ട് ശബരിമലയിൽ ശരണംവിളി വന്നു? യാതൊരു സംശയമില്ല. ശരണത്രയം എന്ന് പറയുന്ന ബുദ്ധമതത്തിലെ സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, ആ 3 ശരണത്രയത്തിൻ്റെ അനുകരണമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ അവർണർക്ക് പ്രവേശനം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും ശബരിമലയിൽ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും പ്രവേശനം അനുവദിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും ആ ബുദ്ധമത പശ്ചാത്തലത്തിന്റെ അവശിഷ്ടമാണ്. കാരണം ബുദ്ധമതത്തെ ജാതി ഒന്നും ഇല്ലാൻ തന്നെയല്ല, ഹിന്ദുമതത്തിലെ താങ്കൾ ഇപ്പോൾ സംതൃപ്തനാണോ? ഞാൻ ഈ വിഷയത്തിൽ സംതൃപ്തനാണ്. ഈ 2 പേര് കയറി മലയിറങ്ങിയപ്പോൾ താങ്കളുടെ മനസ്സ് കോൾമേർക്കൊണ്ടോ? സംതൃപ്തനാണ്. പക്ഷേ തുടർന്നുള്ള സംഭവങ്ങളിൽ ഞാൻ ദുഃഖിതനുമാണ്. ഓക്കെ, 2 പേരെ പിടിച്ചോണ്ട് കയറ്റിയതല്ലേ നമ്മൾ തിരക്കഥ. ഇത് നമ്മളിത് കണ്ട് ദൃശ്യമാധ്യമത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ കാണും പോലെയല്ലേ 5-6 പോലീസുകാർ ആംബുലൻസിൽ കയറി ട്രിപ്പും കൊടുത്ത് കൊണ്ടുവന്ന് അയ്യപ്പൻ റോഡ് വഴി നേരെ കൊണ്ട് സന്നിധാനം ഊട് വഴി കൂടെ അകത്തോട്ട് കയറി കയറി എന്ന് പറഞ്ഞാൽ ശരി. നന്നായിട്ട് അവരെ വിശ്വാസികളാണ് കൊണ്ടുപോയി കാണിച്ചെങ്കിൽ ഞങ്ങൾ വിശ്വാസികളല്ലല്ലോ. ഇത് ആചാരം, ഇത് ഗവൺമെന്റിന്റെ ഒരു സെക്കൻഡ് അതായത് ഇപ്പൊ മനോജൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാല് അതായത് സ്ത്രീകൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ പോരായിരുന്നു. ഞങ്ങൾ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് കൊണ്ടല്ലേ അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വന്നത്. സംസ്ഥാന സർക്കാർ ഭരണഘടനാപരമായി സംസ്ഥാന സർക്കാരിന് അവിടെ കയറാൻ വരുന്ന സ്ത്രീകളെ ഇന്നും ഇപ്പോ ഈ കലാപം നടക്കുന്ന സമയത്ത് പോലും സംരക്ഷണം കൊടുത്ത് കയറ്റേണ്ട ബാധ്യതയുണ്ട്. അതാണ് സംസ്ഥാന സർക്കാർ. ഒരു ജനപ്രതിനിധി കൂടിയായ അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാവുന്നതാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള പരിണിതപ്രജ്ഞരായ ആൾക്കാർ പറയുന്നതാണ് കേൾക്കേണ്ടത്. വാട്സാപ്പിലെ ഇങ്ങനെ അവിശ്വാസപൂർണമായ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളല്ല. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ അപകടം ഇതാണ്. പരിണിതപ്രജ്ഞരായ ആൾക്കാരെ അറിയുക, ചരിത്രം പഠിക്കുക. ചരിത്രത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് വായിക്കാൻ. അയ്യപ്പൻ ആരാണ്? കേരളത്തിന്റെ അഭിമാനമാണ് ഈ ശബരിമല ക്ഷേത്രം. അതായത് യാതൊരു ജാതി മത ചിന്തയും ഇല്ലാതെ അവിടെ ആർക്കും പോകാം, പുരുഷന്മാർക്ക് മാത്രമല്ല. ആ ഒരു സത്യത്തെ നമുക്കിപ്പോ പൊടിതട്ടി എടുക്കേണ്ടി വരുന്നു.